ഗൈസ്, നമ്മൾ നാളെ ഒരു ചെറിയ ട്രിപ്പ് പോകുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പാക്കിങ്ങും കാര്യങ്ങളാണ്. ചെറിയൊരു ട്രിപ്പ്, 2 ദിവസത്തേക്കുള്ള. അപ്പോൾ ഓരോരുത്തരതും സെക്ഷനായിട്ട് മടക്കി വെച്ചിട്ടുള്ളത്. ഇതിപ്പം എൻ്റെയും പൊന്നുവിൻ്റെതുമാണ്. പൊന്നു വരണം ബാക്കിയും കൂടി ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിപ്പം നേഷാൻ്റെ ഒരു ജോഡി എടുത്ത് വെച്ച് പാറുവിൻ്റെ ജസ്റ്റ് ഒന്ന് ഈ ബാഗിലേക്ക് മാറ്റി. പക്ഷെ വേറൊരു ട്രാവൽ ബാഗ് ഉണ്ട്, അത് അതിലേക്ക് മാറ്റാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇത് പാറു നാളെ ഇടാൻ പോകുന്ന അവളെ കുർത്തിയാണ്. പിന്നെ നമ്മൾ സ്റ്റേ ചെയ്യുമ്പോൾ ഉപയോഗിക്കേണ്ട ഡ്രസ്സ് ഉണ്ടാവില്ല, അതാണിത്. ഞാൻ അതിൻ്റെതും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് കൂടി ചെയ്യാനുണ്ട്. അതിന് നേഷണ്ണും പൊന്നും കൂടി വരണം, അവരത് കൃത്യമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ. പിന്നെ പാറു ഉള്ള മേക്കപ്പ് കിറ്റുകളൊക്കെ റെഡി, മേക്കപ്പ് കിറ്റല്ല, കമ്മലൊക്കെ ഏതായിടണം എന്നുള്ളതും അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളെല്ലാം റെഡിയാക്കി വെക്കുന്നുണ്ട്. ഹിന്ദു സമൂഹത്തോടുള്ള വിവേചനം നേരിൽ കാണുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഹിന്ദുക്കളായ ചെറുപ്പക്കാർ അധികം വൈകാതെ പാർട്ടി. ഗൈസ്, നമ്മൾ പോകാനൊക്കെ റെഡിയായി. പൊന്നു വരുമ്പം കൂട്ടാൻ പോകണം. അതിൻ്റെ കൂടെ തന്നെ 1-2 സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. സമയം ഉണ്ടാവുമോ എന്നറിയില്ല, സമയം ഉണ്ടെങ്കിൽ വാങ്ങിക്കണം. അപ്പം നമ്മൾ റെഡിയായി, ഞാൻ റെഡിയായി, പാറു റെഡിയായി. ആദ്യം അവിടെ TV കണ്ടുകൊണ്ടിരിക്കുക, മനുഷ്യട്ടം കുളിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ മുടി ആറ്റിയിട്ടില്ല ഇന്ന്. എന്താ പറയുക, മാസ്കൊക്കെ ഇട്ടതുകൊണ്ടാണ് മുടി ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഓക്കെ, പോകുന്ന വഴിക്ക് കാണിച്ചു തരാം. എന്തെങ്കിലും പിന്നെ വാങ്ങിക്കുന്നുണ്ടെങ്കിലോ, പിന്നെ പുറത്തുനിന്നായിരിക്കും ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ അതൊക്കെ കൂടി ചേർത്തിട്ടൊരു വീഡിയോ ആയിരിക്കും. ബൈ. അങ്ങനെ നമ്മളെല്ലാവരും റെഡിയായി പുറത്തോട്ടേക്ക് ഇറങ്ങി. നേരെ ഇനി പൊന്നുവിനെ കൂട്ടാൻ പോകണം. നോക്കുമ്പോഴത്തേക്ക് ട്രെയിൻ കുറച്ച് ലേറ്റാണ്. അപ്പോൾ അതിന് മുന്നേ സ്റ്റുഡിയോയിലേക്കൊന്ന് കയറാമെന്ന് വിചാരിച്ചു. ഇത് MG റോഡാണോ പള്ളിമുക്കാണോ അങ്ങനെ ഏതോ ഒരു സ്ഥലത്തുള്ളൊരു സ്റ്റുഡിയോ, പുതിയതാണെന്നാണ് തോന്നുന്നത്. 3 നിലയൊക്കെയുള്ള അടിപൊളി സെറ്റപ്പായിട്ടുള്ള ഒരു സ്റ്റുഡിയോ. അപ്പം ഗ്രൗണ്ട് ഫ്ലോറിൽ ലേഡീസിൻ്റെത്, സെക്കൻഡ് ഫ്ലോറിൽ കിഡ്സും എത്നിക് വെയർ അങ്ങനെയുള്ളൊരു സംഭവം. പിന്നെ സെക്കൻഡ് ഫ്ലോറിലായിട്ട് ജെൻസിൻ്റെത്. അതിൽ തന്നെ ജെൻസിൻ്റെ എല്ലാ ഐറ്റംസും, ചെരുപ്പും കാര്യങ്ങളൊക്കെ. ഞാൻ ജെൻസിൻ്റെ ചെരുപ്പ് അത്ര കണ്ടിട്ടില്ല. ഇവിടെ ഇപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്, പക്ഷേ ഡ്രസ്സിൻ്റെ അകത്തേക്ക് ഒരുപാട് കളക്ഷൻസ് ഉള്ളതുപോലെ തോന്നിയിട്ടില്ല. അപ്പോൾ പാറു ആദ്യം വണ്ടി തന്നെ ഇരിക്കുകയാണ് ചെയ്തത്. ഞാൻ നേഷണം മാത്രമാണ് പോയത്. അപ്പം എനിക്കും ടോപ്പ് എടുക്കണമെന്ന് വിചാരിച്ചത്. 199 റുപ്യൻ്റെ ടോപ്പ് തന്നെ എടുക്കുന്നത്. പിന്നെ അത് കുറച്ച് മോശമാകുന്ന സമയത്തോട്ടേക്ക് വീട്ടിൽ നിന്ന് ഇടുകയും ചെയ്യാമല്ലോ. അപ്പം വലിയ നഷ്ടമൊന്നും നമുക്ക് വരുന്നില്ലല്ലോ. അതുകൊണ്ട് അധികം 199 എടുത്തത്. പക്ഷേ ഇപ്പം ജെൻസിൻ്റെയിലേക്ക് നോക്കുമ്പോൾ എന്താ പറയുക, റിലാക്സ്ഡ് ഫിറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു രീതിക്കുള്ള ബനിയനാണ് ഉണ്ടായത്. റെഗുലർ ഫിറ്റൊന്നും അങ്ങനെയൊന്നും കണ്ടില്ല. അപ്പം നമ്മൾ പാറുവിന് 2, നേഷാടിനും ആദ്യം കൂടി 2, എനിക്കൊന്ന് എന്നുള്ള രീതിക്കൊക്കെ എടുത്തു. എനിക്കും പൊന്നുവിനൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. നോക്കുമ്പോൾ ഒന്നും മര്യാദക്കുള്ളത് കിട്ടിയിട്ടില്ല. പിന്നെ പൊന്നുവിനെ സ്റ്റേഷനിൽ പോയി കൂട്ടിയതൊന്നും എടുക്കാൻ വിട്ടുപോയി. നേരെ സ്റ്റേഷനിലേക്ക് പോയി. അവിടുന്ന് പിന്നെ നമ്മൾ സ്ഥിരം എന്താ പറയുക, അൽഫാം കഴിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്ഥലമായ അൽഡ്രീമിലേക്ക് എത്തി. തമ്മനത്തുള്ള അൽഡ്രീമാണ് കേട്ടോ. അവിടുന്ന് അൽഫാമൊക്കെ കഴിച്ചു. ഒരു ഫുൾ മന്തിയാണ് വാങ്ങിച്ചത്. അൽഫാമല്ല, മന്തിയാണ്. അപ്പം മന്തിയൊക്കെ വാങ്ങിച്ച് കഴിച്ച് നേരെ പിന്നെ തിരിച്ച് വീട്ടിലോട്ടേക്ക് തന്നെ വന്നു. നാളത്തേക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരെയും വയറ് നല്ല ഗംഭീരമായിട്ട് നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് പൈസ ആയത്. അങ്ങനെ വീട്ടിലെത്തി എല്ലാം പാക്കിങ് വെച്ചാൽ ഞാനെല്ലാം ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നായഷേട്ടനോട് പൊന്നുവിനോടൊക്കെ ചോദിച്ച് അവരതൊക്കെ വലിയ ബാഗിലേക്ക് ആക്കി. ഈ കവറിലോട്ടേക്ക് ഇന്നർ ഒക്കെ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. എല്ലാവരും തോന്നി തന്നെ വെക്കാമെന്ന് വിചാരിച്ചു. പാറുവിൻ്റെ വേറെ തന്നെ അവളെല്ലാം ഒന്നിച്ച് തന്നെ ഫോൾഡ് ചെയ്ത് വെക്കുകയാണ് ചെയ്തത്. നമ്മളിതൊക്കെ ഞാനൊരു കവറിലോട്ടേക്ക് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാം എടുത്ത് വെച്ചു. പിന്നെ ഇനിയിപ്പം കുറച്ച് വെള്ളം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട്. നാളെ രാവിലെ ഒന്നും പോകുന്നില്ല, ആശാൻ്റെ ചെറിയ വർക്കുണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ടേ പോവുള്ളൂ. അങ്ങനെ നമ്മൾ ബാഗ് പാക്ക് ചെയ്തു. ഇതിപ്പം വീഡിയോ എനിക്ക് എടുത്ത് തരുന്നത് പാറു കേട്ടോ. അപ്പോൾ പാറുവാണ് ഇതെല്ലാം മൊത്തത്തിലെല്ലാം എടുത്ത് കാണിച്ചു തരുന്നത്, എല്ലാം റെഡിയാക്കി വെച്ചു. അപ്പോൾ പാക്കിങ്ങും കാര്യങ്ങളെല്ലാം ഓൾമോസ്റ്റ് കഴിഞ്ഞു ഗൈസ്. അപ്പം നമ്മൾ വീട്ടിലൊക്കെ എത്തി. നാളെ പോകേണ്ട കാര്യങ്ങളെല്ലാം പാക്കെല്ലാം ചെയ്ത് വെച്ചു. ഞാൻ പിന്നെ ഇരുന്ന് ബിഗ് ബോസ് കണ്ടു. അതുകൊണ്ട് പിന്നെ ഔട്ടർ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. നിങ്ങൾക്ക് ബിഗ് ബോസിൽ ആരെയും ഇഷ്ടം എന്നുള്ളത് കമൻറ്റ് ചെയ്യണം, ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ. അപ്പം ഇത് നമ്മൾ ട്രിപ്പ് പോകുന്നതിന് മുന്നേയുള്ള ചെറിയൊരു പ്രിപ്പറേഷൻ. പിന്നെ പൊന്നു വന്ന് ഫുഡ് കഴിക്കാൻ പോയി, അങ്ങനെയുള്ളൊരു ചെറിയൊരു വീഡിയോ മാത്രമാണ്.
അപ്പോൾ ഓക്കെ ഗൈസ്, നമുക്ക് നാളെ കാണാം ട്രിപ്പ് പോകുന്ന വിശേഷങ്ങളായിട്ട് അല്ലേ വറൂസേ? അപ്പോൾ ഗുഡ് നൈറ്റ്.